هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط. ഫിർഔനിന്റെയും പടയാളികളുടെയും വാർത്ത പ്രവാചകരെ താങ്കൾക്ക് എത്തപ്പെട്ടുവോ? ചില ആളുകൾ അതിനെക്കുറിച്ച് നിഷേധിക്കുകയാണ്. അവരുടെ പ്രവർത്തനം മുഴുവൻ അല്ലാഹു വലയം ചെയ്തിരിക്കുന്നു. എന്നിട്ടല്ല പറയുന്നു ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. നിശ്ചയം അത് സ്തുത്യർഹമായ ഖുർആൻ തന്നെയാകുന്നു. ആ ഖുർആൻ ഉള്ളതാകട്ടെ സംരക്ഷിക്കപ്പെട്ട പലകയിലുമാകുന്നു. ഏഴാമത്തെ ആകാശത്തിൽ ഒരുപാട് പ്രത്യേകതകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയാണ് ആകാശത്തിലെ കഅബയുള്ളത്, ബൈത്തുൽ മഅ്മൂർ ഉള്ളത്. അവിടെയാണ് അങ്ങേയറ്റത്തെ മരമുള്ളത്, സിദ്റത്തുൽ മുൻതഹായുള്ളത്. അവിടെയാണ്, അതിനപ്പുറത്താണ് അല്ലാഹുവിന്റെ അർശും കുർസിയും ഉള്ളത്. അവിടെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ ലൗഹുൽ മഹ്ഫൂദും ഉള്ളത്. ആ ലൗഹുൽ മഹ്ഫൂദിനാണ് അല്ലാഹു ഖുർആൻ വെച്ചിരുന്നത്. ഈ പരിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്ക് ആ ഖുർആൻ ഇറങ്ങുകയാണ്. ഒന്നാമത്തെ ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് ആ ഖുർആൻ ഇറങ്ങുകയാണ്. ആ ഒന്നാമത്തെ ആകാശത്തിൽ നിന്നാണ് ഓരോ സന്ദർഭത്തിനനുസരിച്ച് 23 കൊല്ലം കൊണ്ട് അള്ളാന്റെ റസൂലിലേക്ക് ഘട്ടം ഘട്ടമായി പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നത്. അള്ളാന്റെ ഖുർആനിന്റെ അവതരണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം തമാശയാണ്, വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. നിങ്ങൾ അലംഭാവത്തോടെ കേൾക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ അവതരണം എന്ന വലിയ പ്രതിഭാസമുണ്ടല്ലോ, ആ പ്രതിഭാസം എങ്ങാനും ഒരു പർവ്വതത്തിന് മുകളിലേക്ക് സംഭവിക്കുകയാണെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ആ ഖുർആനിന്റെ ഭാരം താങ്ങാനാവാതെ പേടിച്ചുകൊണ്ട് ആ പർവ്വതം തകർന്ന് തരിപ്പണമാകുന്നതായി റസൂലേ താങ്കൾക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുകയാണ് യാ അയ്യുഹൽ മുസ്സമ്മിൽ, അല്ലയോ മൂടിപ്പുതച്ച് കിടക്കുന്നവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. രാത്രിയിൽ ഒരുപാട് നേരം അങ്ങനെ നമസ്കരിച്ചു കൊള്ളുക. എന്തിനു വേണ്ടിയാണ്? അങ്ങയുടെ ഹൃദയത്തിന് ഉറപ്പ് കിട്ടാനാണിത്, അങ്ങയുടെ മനസ്സിന് സ്ഥിരത കിട്ടാനാണിത്. കാരണം ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഭാരമുള്ള വാക്കുകൾ, ഭാരിച്ച വചനങ്ങൾ റസൂലേ ഞാനിതാ താങ്കളിലേക്ക് ഇടാൻ പോകുകയാണ്. ആ ഭാരമുള്ള വാക്കുകൾ താങ്ങാൻ മാത്രമുള്ള ശക്തി അങ്ങയുടെ ഹൃദയത്തിന് കിട്ടണമെങ്കിൽ അങ്ങ് രാത്രി നമസ്കരിക്കേണ്ടതുണ്ട്, അല്ലാഹുവുമായി സാമീപ്യം നേടിയെടുക്കേണ്ടതുണ്ട്, ഹൃദയത്തെ അതിനുവേണ്ടി പാകപ്പെടുത്തേണ്ടതുണ്ട്, അതിനുവേണ്ടി എഴുന്നേൽക്കുക പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ ഖുർആനിന്റെ അവതരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള പ്രതിഭാസമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ആകാശത്ത് നിന്ന് ഓരോ ഘട്ടമായി പ്രവാചകനിലേക്ക് ആ ഖുർആൻ അവതരിക്കുകയാണ്. ഓരോ കാരണങ്ങൾ അല്ലാഹു ഉണ്ടാക്കുകയാണ്. ഐഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ആരോപണം ഒരു കാരണമാണ്. അതിനെ തുടർന്നാണ് വല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻഹും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അവരിൽ ഒരു വിഭാഗം ആ ആരോപണവുമായി, ആ ബുഹ്താനുമായി വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കരുത് അത് നിങ്ങൾക്ക് ഷർറാണെന്ന്, തീർച്ചയായും അത് നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. അതുപോലെ തന്നെ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഖുറൈശികളിലെ വലിയ നേതാക്കന്മാരുമായി പ്രവാചകൻ സംസാരിക്കുകയാണ്. ഒരു നിമിഷം അന്ധനായ സ്വഹാബിയെ പ്രവാചകൻ അറിയാതെ അവഗണിച്ചു പോകുന്നു. അതാ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങുകയാണ്. അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. താങ്കൾ മുഖം തുളിച്ചു കളഞ്ഞു, തിരിഞ്ഞു കളഞ്ഞു. ആ അന്ധനായ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ട് താങ്കളുടെ അടുത്തേക്ക് വന്നു.
പറഞ്ഞപ്പോ താങ്കളതാ മുഖം തിരിച്ചു കളയുകയാണെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഇങ്ങനെ ഓരോ അവസരങ്ങളിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ ഇറക്കി കൊടുക്കാൻ എന്തിനാണ് അങ്ങനെ ഒരുപാട് നാളെടുത്തിട്ട് ഇറക്കി കൊടുത്തത് എന്ന് അല്ലാഹു ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. മുശ്രിക്കുകൾ ചോദിക്കാണ്, വഖാലു ലൗലാ നുസില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ, ഖുർആൻ അങ്ങോട്ട് ഒറ്റയടിക്ക് ഇറക്കിയാൽ എന്താ, ഒറ്റയടിക്ക് റസൂലിലേക്ക് ഖുർആൻ ഇറക്കിയാൽ എന്താണ്? അല്ലാഹു അതിന് മറുപടി പറയാണ്, ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീല. അങ്ങ് അതിനെ താങ്ങാൻ റസൂലെ താങ്കൾക്ക് കഴിയില്ല. അങ്ങയുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് വളരെ കുറച്ചായി ഖുർആൻ ഞാൻ താങ്കൾക്ക് തന്നത് എന്ന് അല്ലാഹു പറയുന്നു. ചെറിയ പ്രസവിച്ച 6 മാസവും 7 മാസവും 8 മാസക്കായ കുട്ടികൾക്ക് വലിയ ചോറുരുള നമ്മളങ്ങോട്ട് കൊടുക്കോ? ഇല്ല, അവരത് താങ്ങില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് വളരെ കുറച്ചായി അള്ളാഹു ഈ ഖുർആൻ കൊടുത്തു എന്നുള്ളതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1ാമത്തെ ആകാശത്തിലേക്ക് ഈ സമുദായത്തിന്, ഈ ലോകത്തിന് അനുഗ്രഹമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയ ദിവസമാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ 1ാമത്തെ പ്രത്യേകത ഏതാണ്? ലൈലത്തുൽ ഖദറിന്റെ 2ാമത്തെ പ്രത്യേകത എന്താണ്? അനുഗ്രഹീതമായ രാത്രിയാണ്. ലൈലത്തുൻ മുബാറക, മുബാറക്കായ രാത്രി, ബർക്കത്തുള്ള രാത്രി. എന്താണ് ബർക്കത്ത് പ്രിയപ്പെട്ടവരെ? നമ്മുടെ സമ്പത്തിൽ നമുക്ക് ബർക്കത്ത് ആവശ്യമാണ്, നമ്മുടെ സമയത്തിൽ നമുക്ക് ബർക്കത്ത് ആവശ്യമാണ്, നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ബർക്കത്ത് ആവശ്യമാണ്, നമ്മുടെ സന്താനങ്ങളിൽ നമ്മുടെ ബർക്കത്ത് ആവശ്യമാണ്. ആ ബർക്കത്തിനാൽ നിറഞ്ഞു കവിയുന്ന ദിവസമാണ്, മുബാറക്കായ ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3ാമത്തെ പ്രത്യേകത എന്താണ്? 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്രയായി? 83 വർഷം. 83 വർഷം. ഏകദേശം രാത്രി തുടങ്ങുന്നത് മഗ്‌രിബിന് ശേഷമാണ്, അവസാനിക്കുന്നത് സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടിയാണ്. ഏകദേശം 10 മണിക്കൂറാണ് വരിക. ഇപ്പോൾ നിലവിൽ 10 മണിക്കൂറാണ് വരിക. ഇനി 10 മണിക്കൂർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 1/4 മണിക്കൂറോ 20 മിനിറ്റോ വ്യത്യാസം വരും. ഈ 10 മണിക്കൂറിനെ 83 വർഷമായി ഡിവൈഡ് ചെയ്താൽ 8 വർഷത്തിലധികം വരും 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അതായത് ലൈലത്തുൽ ഖദറിന്റെ ഒരു രാവെന്ന് പറയുമ്പോൾ 1 മണിക്കൂർ, ആ രാവിലെ 1 മണിക്കൂർ 8 വർഷത്തിന് സമമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് 3029 ദിവസങ്ങൾ. സുബ്ഹാനല്ലാഹ്, 1 മണിക്കൂർ 3029 ദിവസങ്ങളാണ്. ലൈലത്തുൽ ഖദറിലെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 50 ദിവസത്തിന് തുല്യമാണ്. 50 ദിവസം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഉദാഹരണത്തിന് 1.5 മാസത്തിലധികം ഒരാൾ ഒരു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ 1 സെക്കൻഡ് കൊണ്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് അയാൾ ചൊല്ലുന്നതായിരിക്കാം. 1 മിനിറ്റ് കൊണ്ട് അയാൾ എത്ര അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലും? 60 അസ്തഗ്ഫിറുല്ലാഹ് അയാൾക്ക് ചൊല്ലാൻ പറ്റും. 1 മിനിറ്റ് അയാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അയാൾക്ക് കഴിഞ്ഞാൽ 72,000 ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് 50 ദിവസം ഊണില്ലാതെ, ഉറക്കമില്ലാതെ, ജോലിക്ക് പോകാതെ, വേറൊരു ഏർപ്പാടിനും പോകാതെ ഇരുന്നിട്ടങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് ആർക്കാണ് കഴിയുക? പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം എത്ര വലുതാണ്. 1 മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്, ലൈലത്തുൽ ഖദറിന്റെ ഒരൊറ്റ മിനിറ്റ് നമ്മൾ ഇരുന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ, നമ്മൾ തസ്ബീഹ് ചെയ്താൽ, നമ്മൾ തക്ബീർ ചൊല്ലിയാൽ, നമ്മൾ തഹ്മീദ് ചൊല്ലിയാൽ, നമ്മൾ തഹ്ലീൽ ചൊല്ലിയാൽ, അത് 50 ദിവസം ഊണും ഉറക്കവുമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ തസ്ബീഹ് ചെയ്യുന്നതിന് സമമാണ്, ഖുർആൻ ഓതുന്നതിന് സമമാണ്, 72,000 ഇസ്തിഗ്ഫാറിന് സമമാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയിൽ നമുക്ക് ഒരുക്കി വെച്ച അനുഗ്രഹത്തിന്റെ വ്യാപ്തി എത്രയാണ്. എന്നാൽ അതിന്റെ ഇപ്പുറത്തെ സൈഡ് കൂടിയുണ്ട്. ഒരാൾ ലൈലത്തുൽ ഖദറിന്റെ 1 മണിക്കൂർ വെറുതെ സുറവർന്ന് നശിപ്പിച്ചാൽ, വെറുതെ ഒരു ആവശ്യവുമില്ല നശിപ്പിച്ചാൽ 8 വർഷമാണ് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. 1 മിനിറ്റ് ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, പ്രിയപ്പെട്ടവരെ, 50 ദിവസമാണ്. 1 മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് 50 ദിവസമാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയാണ് ഇഅ്തികാഫിരിക്കുന്ന മുഅ്തകിഫുകളുടെ ഭാഗ്യം, അവരുടെ സുഹൃതം അവിടെയാണ്. ലൈലത്തുൽ ഖദറിന്റെ 1 സെക്കൻഡ് പോലും അവർക്ക് പാഴായി പോകില്ല.
ഒരു നിമിഷം പോലും അവർക്ക് പാഴായി പോകില്ല. എല്ലാം അവർക്ക് അതിന്റെ അവസാനം വരെ കിട്ടും. ഇനി അവർ ഖുർആൻ ഓതുകയാണെങ്കിൽ അവർക്ക് ഇരട്ടിയാണ് പ്രതിഫലം. അദ്കാർ ചൊല്ലുകയാണെങ്കിൽ ഇരട്ടിയാണ് പ്രതിഫലം. നിസ്കരിക്കുകയാണെങ്കിൽ ഇരട്ടിയാണ് പ്രതിഫലം. ഇഅ്തികാഫിന്റെ പ്രതിഫലം, ഖുർആനിന്റെ പ്രതിഫലം. ഇഅ്തികാഫിന്റെ പ്രതിഫലം, അദ്കാറിന്റെ പ്രതിഫലം. ഇഅ്തികാഫിന്റെ പ്രതിഫലം, നമസ്കാരത്തിന്റെ പ്രതിഫലം. ഇനി ഉറങ്ങിപ്പോയാൽ ഇഅ്തികാഫിന്റെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇങ്ങനെ ഇഅ്തികാഫിനെ വളരെ നിസ്സാരമായി കാണുന്നത്. ലൈലത്തുൽ ഖദ്റിന്റെ 4ാമത്തെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, വ ഇന്നൽ മലായികത തിൽക്കൽ ലൈല, ആ രാത്രിയിൽ മലക്കുകൾ അക്സറു ഫിൽ അർദി മിൻ അദദിൽ ഹസാ, മണൽ തരികളേക്കാൾ കൂടുതൽ മലക്കുകൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും. മണൽ തരികളേക്കാൾ കൂടുതൽ മലക്കുകൾ ഈ ഭൂമിയിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും, പാക്ഡ് ആയിരിക്കും ഈ ലോകം മുഴുവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സുബ്ഹാനല്ലാഹ്. ലൈലത്തുൽ ഖദ്റിന്റെ 5ാമത്തെ പ്രത്യേകത എന്താണ്? പ്രഭാതം വരെ ആ രാത്രി എന്തെന്നില്ലാത്ത സമാധാനത്തിന്റെയും ശാന്തിയുടേതുമായിരിക്കും. പിശാചുക്കളില്ല, പിശാചുക്കൾക്ക് നിൽക്കാനൊരു സ്ഥാനവുമില്ല, തിന്മകൾക്ക് നിൽക്കാനൊരു സ്ഥാനവുമില്ല. മനുഷ്യന്റെ നഫ്സിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ജീർണതകളല്ലാതെ ആത്മീയ രംഗത്ത് പൂർണ്ണമായ ശാന്തിയായിരിക്കും ആ ദിനങ്ങളിൽ ഉണ്ടാവുക, ആ രാത്രിയിൽ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ലൈലത്തുൽ ഖദർ അതിന്റെ അവസാനം വരെ നേടിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴാണ് ലൈലത്തുൽ ഖദർ? ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഖറജൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിർനാ ബിലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു തരാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് പുറപ്പെട്ടു. ഫതലാഅ റജുലാൻ മിനൽ മുസ്ലിമീൻ, ആ സമയം മുസ്ലിങ്ങൾക്ക് രണ്ടാൾ തമ്മിൽ തല്ലാൻ തുടങ്ങി, തമ്മിൽ കച്ചറ ഉണ്ടാക്കാൻ തുടങ്ങി. ഫഖാല ഖറജതു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദർ, ഞാൻ നിങ്ങളിലേക്ക് വന്നത് ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. ഫതലാഹ ഫുലാനും വ ഫുലാൻ, ഇന്നയാളും തമ്മിൽ കച്ചറ കൂടി. ഫറുഫിഅത്, അങ്ങനെ എന്നിൽ നിന്ന് അറിവ് ഉയർത്തപ്പെട്ടു. അല്ലാഹു അക്ബർ. രണ്ട് വ്യക്തികളുടെ തമ്മിൽ തല്ല് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് മുഴുവനുമുള്ള വലിയൊരു ഭാഗ്യം അതങ്ങോട്ട് ഉയർത്തിപ്പെടുകയാണ് എന്ന് റസൂൽ പറയാണ്. വഅസാ അയ്യകൂന ഖൈറൻ ലക്കും, നിങ്ങൾക്ക് ആ ഉയർത്തപ്പെട്ടതിൽ എന്തെങ്കിലും ഖൈർ ഉണ്ടായിരിക്കും. ഫൽതമിസുഹ, അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കുക. ഫിത്താസിഇ വസ്സാബിഇ വൽ ഖാമിസ്, 29ന്റെ രാവിലും 27ന്റെ രാവിലും 25ന്റെ രാവിലുമെല്ലാം ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. ഇൽതമിസുഹ ഫി അശ്റിൽ അവാഖിർ മിൻ റമദാൻ ലൈലത്തുൽ ഖദർ, അവസാനത്തെ 10ലെ എല്ലാ ദിവസവും ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാഥ, ആ ലൈലത്തുൽ ഖദർ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും നീ ഉൾപ്പെടുത്തണേ നാഥ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.